സ്പോർട്ടിംഗ് എഫ്സിയിൽ നിന്നും സർ അലക്സ് ഫെർഗ്യൂസൺ കണ്ടെടുത്തവനായിരുന്നു അയാൾ. പിന്നീട് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി പ്രീമിയർ ലീഗ് അടക്കി ഭരിച്ചു അയാൾ. പിന്നീട് ലാലിഗയിലേക്ക് വരുന്നു. ലാലിഗയിലേക്ക് വന്ന് റിയൽ മാഡ്രിഡിന് വേണ്ടി സ്പാനിഷ് ഫുട്ബോൾ തന്നെ അയാൾ അടക്കി ഭരിക്കുന്നത് വീണ്ടും നാം കാണുന്നു. ബാലൻഡിയോറുകളും ഒരുപാട് ചാമ്പ്യൻസ് ലീഗുകളും അയാൾ തന്റെ പേരിൽ സ്വന്തമാക്കി. പിന്നീട് സെരിയയിലും പോയി അയാൾ തന്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കുക തന്നെയായിരുന്നു. പിന്നീട് 2022 ഡിസംബർ 30 സൗദി പ്രോ ലീഗിലെ ടീമായ അൽ നാസറിലേക്ക് അയാൾ കുടിയേറുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരിക്കെ ചെറിയൊരു ടീമിലേക്ക് അയാൾ ചേക്കേറിയതോടെ അയാളുടെ വിരമിക്കലിന്റെ ഭാഗമാണെന്നാണ് എല്ലാവരും കരുതിയത്. അയാളുടെ പ്രായം ഏറെയായിരിക്കുന്നു. ഇനി വലിയ വലിയ ലീഗുകളിൽ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പലരും വിധി എഴുതി. എന്നാൽ അൽ നാസറിൽ പോയി അയാൾ കാഴ്ചവെച്ച ചരിത്രം ഇന്ന് ഫുട്ബോൾ ആരാധകരെ രോമാഞ്ചപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഒരു 40 വയസ്സുകാരന് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അയാൾ ചെയ്തു കൂട്ടിയിരുന്നത് അവിടെ. അല്ലെങ്കിലും അദ്ദേഹത്തിന് അത് തന്നെയാണ് ശീലം. താൻ പൂട്ടുകെട്ടിയ മണ്ണിലെല്ലാം അയാളുടെ ചരിത്രം അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് അയാൾ പൂട്ടുകെട്ടിയ പ്രീമിയർ ലീഗിലും ലാലിഗയിലും എല്ലാം ചോദിച്ചാൽ മതി. അങ്ങ് ചാമ്പ്യൻസ് ലീഗ് തന്നെ അടക്കി ഭരിച്ച രാജാവാണ് അയാൾ. 5 ചാമ്പ്യൻസ് ലീഗുകൾ തന്റെ സ്വന്തം പേരിൽ എഴുതി വെച്ചവൻ. എങ്കിലും അൽ നാസറിലേക്ക് വന്ന അയാൾക്ക് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഓരോ വിമർശനങ്ങൾക്കും അയാൾ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. അൽ നാസറിലേക്ക് ക്രിസ്ത്യാനോ വന്നത് മുതൽ അയാൾക്ക് കേൾക്കേണ്ടി വന്ന വിമർശനമായിരുന്നു അൽ നാസറിന് ഒരു സൗദി പ്രോ ലീഗ് കപ്പ് പോലും ഇല്ല എന്നത്. ക്രിസ്ത്യാനോ വന്നതിന് ശേഷം അവർ ഒരു സൗദി പ്രോ ലീഗ് കപ്പ് പോലും നേടിയിട്ടില്ലായിരുന്നു. ആ വിമർശനം ക്രിസ്ത്യാനോയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. ക്രിസ്ത്യാനോയെ മാത്രമായിരുന്നു ആ വിമർശനം വിമർശിച്ചു കൊണ്ടേയിരുന്നത്. എന്നാൽ വിമർശനങ്ങൾക്ക് എന്നും മറുപടി കൊടുത്തിരുന്ന ക്രിസ്ത്യാനോ ഇന്നലെയോടെ അതിനും മറുപടി നൽകിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു അൽ നാസറും ഡമാക്കും ഏറ്റുമുട്ടുന്ന സൗദി പ്രോ ലീഗിൽ അൽ നാസറിന്റെ അവസാന മത്സരം വരുന്നത്. മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ അൽ നാസറിന് ആ കിരീടം നേടാം. മത്സരത്തിന്റെ 34 മിനിറ്റിൽ ജാ ഫെലിക്സിന്റെ കോർണർ വളരെ മനോഹരമായി ഹെഡ് ചെയ്ത് ഗോൾ നേടിക്കൊണ്ട് സാദിയോ മാനെ മത്സരത്തിൽ ആദ്യ ലീഡ് ഉയർത്തുന്നു. 52 മിനിറ്റിൽ കോമണും ലക്ഷ്യം കാണും അൽ നാസർ 2 ഗോളിന്റെ ലീഡ് ഉയർത്തിക്കൊണ്ട് മത്സരത്തിൽ വിജയം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഡമാക്ക് ഒരു പെനാൾട്ടിയിലൂടെ ഒരു ഗോൾ നേടിക്കൊണ്ട് മത്സരം 2-1 എന്ന സ്കോറിലേക്ക് എത്തിക്കുന്നു. ഇനിയാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യഥാർത്ഥ വേട്ട തുടങ്ങുന്നത്. അത് പോസ്റ്റിന് വെളിയിൽ നിന്നും സൈഡിൽ നിന്നും ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. കിക്ക് എടുക്കുന്നത് ക്രിസ്ത്യാനോ തന്നെ. അയാളുടെ മികച്ചൊരു ഷോട്ട്, അത് ലക്ഷ്യം കാണുന്നു. അത് അൽ നാസർ ആരാധകരെയും ക്രിസ്ത്യാനോ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷമായിരുന്നു അത്. മത്സരത്തിൽ വിജയിച്ച് കിരീടമണിയുമ്പോൾ ആ മത്സരത്തിൽ ക്രിസ്ത്യാനോയുടെ ഒരു ഗോൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ക്രിസ്ത്യാനോ തന്നിരിക്കുന്ന ഇതാ രോമാഞ്ചപ്പെടുത്തുന്ന ഒരു ഗോൾ തന്നെ. ഇവിടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്താണെന്നും ആരാണെന്നും അയാൾ തെളിയിക്കുന്നത്. അത് വിമർശകർ അയാളെ ഒരുപാട് തവണ വിമർശിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ആ വിമർശനത്തിനെല്ലാം അണ്ണാക്കിൽ തന്നെ മറുപടി കൊടുക്കുന്ന ശീലമാണ് അയാൾക്കുള്ളത്. അങ്ങനെ മത്സരം 3-1 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു ഗോളോടെ അദ്ദേഹം നിർത്തുന്നില്ല. കാരണം അയാളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ്. മത്സരത്തിന്റെ 81 മിനിറ്റിൽ വീണ്ടും അയാൾ ഗോൾ നേടുന്നു. അത് ഓരോ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം തന്നെ. 2018-19 സീസണിന് ശേഷം അൽ നാസറിന് ഒരു സൗദി പ്രോ ട്രോഫി പോലും ലഭിച്ചിട്ടില്ലായിരുന്നു. ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിയെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടില്ല. ഒടുവിൽ 2022 അൽ നാസറിന് വേണ്ടി ക്രിസ്ത്യാനോ ബോട്ട് കെട്ടിയപ്പോൾ ഫുട്ബോൾ ആരാധകർക്കും അൽ നാസർ ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയായിരുന്നു. എങ്കിലും ആ ട്രോഫിയിലേക്ക് ക്രിസ്ത്യാനോക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനൊരുപാട് വിമർശനങ്ങളും ക്രിസ്ത്യാനോ കേൾക്കേണ്ടി വന്നു. ആ വിമർശനങ്ങൾക്കെല്ലാം ഒടുവിലിതാ ക്രിസ്ത്യാനോ റൊണാൾഡോ മറുപടി നൽകിയിരിക്കുന്നു. ഓരോ ആരാധകരെയും ഒരുപോലെ ആവേശപ്പെടുത്തിക്കൊണ്ട് തന്നെ. ഒരിക്കൽ കൂടെ അയാൾ തന്റെ വീര്യം അറിയിച്ചിരിക്കുകയാണ്. അയാൾ എന്താണെന്നും ആരാണെന്നും അറിയാൻ. ട്രോഫി നേടുമ്പോഴുള്ള ക്രിസ്ത്യാനോയുടെ വികാരം മാത്രം കണ്ടാൽ അറിയാം അയാൾ ആ കിരീടത്തെ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നറിയാൻ. അയാളുടെ ആ വലിയ സ്വപ്നവും പൂവണിഞ്ഞിരിക്കുകയാണ്. അയാൾ ആ കിരീടം നേടിയിരിക്കുന്നു. ഇനി ബാക്കി ഒന്ന് മാത്രം.